കോട്ടയം പൊന്തൻപുഴ വനം റോഡിൽ മാലിന്യം തള്ളുന്നത് തുടർക്കഥയാകുന്നുവെന്ന് ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ പറയുന്നു. പരാതി പറഞ്ഞിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാരുടെ പരാതി. അറവ് മാലിന്യം അടക്കം രാത്രികാലങ്ങളിൽ റോഡരികിൽ തള്ളുകയാണ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ടോബി ജോൺസൺ ചേരും. അതിനു മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ചൊരു പ്രതികരണം കാണാം. റോഡ് അനേകർ യൂസ് ചെയ്യുന്ന പുളിക്കുകയും നനയ്ക്കുകയും അതിൻ്റെ സൈഡിലെ കിണറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. അത് തന്നെയല്ല, ഈ ഇടഭാഗത്തൊക്കെ ഈ തടയണമുള്ള കെട്ടുള്ളതുകൊണ്ട് അതിലൊക്കെ വന്ന് മാലിന്യം ഒരുപാട് അടിയുന്നുണ്ട്. അത് ജനങ്ങൾക്ക് ഭയങ്കര ദോഷകരമായ ഒരു. ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായമില്ല. അവർ ഉത്സാഹിച്ചെങ്കിൽ ഇത് നിൽക്കും. രാത്രി അവർ ഡ്യൂട്ടി നടത്താമെങ്കിൽ ഈ മാലിന്യം കൊണ്ട് തള്ളുന്നവരെ പിടിക്കാൻ സാധിക്കും. അത് അവർ ചെയ്യുന്നില്ല. നടന്നു പോകാനും പാടാണ്. ഇതിന്റെ ദുർഗന്ധം അടിച്ച് ഞങ്ങൾക്ക് പലർക്കും ചുമയും പനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറ്റിത്തരണം. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ശരിക്കും ഇങ്ങനെ മാലിന്യം തള്ളുന്നവർക്ക് വലിയ കടുത്ത ശിക്ഷയും പിഴയും ഒക്കെ ചുമത്തുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതൊന്നും ആരും പരിഗണിക്കുന്നില്ലേ? തീർച്ചയായിട്ടും SKN, അത്തരത്തിലുള്ള ഒരു നടപടിയോടും ഭയമില്ലാത്ത രീതിയിലുള്ള ചില കൃത്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒരുപക്ഷെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന്, പൊന്തൻപുഴ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് പുനലൂർ മൂവാറ്റുപുഴ റോഡ് പൊന്തൻപുഴ വനത്തിലൂടെ കടന്നു പോകുന്ന മുക്കട അടക്കമുള്ള പ്ലാച്ചേരി, അതുപോലെ തന്നെ പൊന്തൻപുഴ തുടങ്ങിയ മേഖലയാണ്. ആ വനമേഖലയിലൂടെ റോഡ് കടന്നു പോകുന്ന, സംസ്ഥാന പാത കടന്നു പോകുന്ന വശങ്ങളിലാണ് ഈ മാലിന്യം കൊണ്ടുവന്ന് രാത്രികാലങ്ങളിൽ തള്ളുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ പ്രദേശത്തുള്ള ആളുകൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫോറസ്റ്റും അതുപോലെ തന്നെ മണിമല പഞ്ചായത്തും ചേർന്നുകൊണ്ട് ഒരു ജനകീയ സമിതി രൂപീകരിച്ച് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ആ നടപടി, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രകൃതിക്ക് തന്നെ ദോഷ്യമാകുന്ന ഈ മാലിന്യം കൊണ്ടുവന്ന് വലിച്ചെറിയുന്ന നടപടി ഇപ്പോഴും നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കർശന നടപടി വേണം. അതുപോലെ തന്നെ നാടിനും കാടിനും ഒരുപോലെ ദൂഷ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. കർശന നടപടി വേണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ ഒന്നടങ്കം ഉന്നയിക്കുന്നത്. ടോബി ജോൺസൺ, താങ്ക് യു.